നമസ്കാരം, ഞാൻ ഡോക്ടർ ഡിബിൻ കെ തോമസ്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, MEM ഹോസ്പിറ്റൽ, മോനിപ്പള്ളി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തോളുവേദന ഉള്ളവർക്ക്, ഇനി അതല്ലെങ്കിൽ തോളുവേദന ഇല്ലാത്തവർക്ക് തോളുവേദന വരാതിരിക്കാൻ സാധാരണഗതിയിൽ, അതായത് ആശുപത്രിയിൽ പോകാതെ സ്വന്തം നിലയിൽ എന്തൊക്കെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനായി തോളുവേദനയുടെ കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, തോളുവേദന വരുന്നത് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. ഞരമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നെർവ്സാണ്. പല കാര്യത്തിനും ഞരമ്പ് എന്ന് പറയും, പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാഡീ ഞരമ്പുകൾ, അതായത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ നമ്മുടെ ശരീരഭാഗങ്ങളിലോട്ട് എത്തിക്കുന്ന നാഡീ ഞരമ്പുകൾ, അതായത് നെർവ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞരമ്പുകളുടെ അമക്കം മൂലം തോളുവേദന ഉണ്ടാകാം. അതെങ്ങനെയെന്ന് വെച്ചാൽ, തോളിലോട്ടുള്ള ഞരമ്പുകൾക്ക് ശരീരത്തിൻ്റെ മറ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണയായി ഉണ്ടാകുന്ന കഴുത്തിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. കഴുത്തിലെ എല്ലുകളുടെ ഇടയിൽ, നട്ടലിന് ഇടയിൽ വെച്ചിട്ടാണ് സാധാരണയായി ഈ ഞെരുക്കം ഉണ്ടാകുന്നത്. ഇത് കാരണം തോളുവേദന ഉണ്ടാകാം. രണ്ടാമതായി, തോളുവേദന ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള കാര്യം തോളിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയുള്ള തോളുവേദനകൾ. ഇതിനൊക്കെ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് ആശുപത്രിയിൽ പോകാതെ എന്തൊക്കെ ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം. ആദ്യമായി, കഴുത്തിലുള്ള തേയ്മാനം കാരണം ഞരമ്പ് അമങ്ങുന്നതിനാലുള്ള തോളുവേദനയ്ക്കായി സാധാരണക്കാരൻ എന്താണ് ചെയ്യുന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ആദ്യമായി ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി പറയാം. സാധാരണ ഒരു ആൾക്ക് കഴുത്ത് വേദന വന്നാൽ ആദ്യമായി ചെയ്യുന്നത് കിടക്കുമ്പോഴുള്ള തലയെണ്ണ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യുക. സാധാരണ മറ്റൊരാളോട് നമ്മൾ പറഞ്ഞു കൊടുത്താലും ആ തലയെണ്ണ അങ്ങ് മാറ്റുക, അങ്ങനെയായിരിക്കും പറയുക. പക്ഷേ ഇതൊരു യഥാർത്ഥത്തിലൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് അത് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ഒരു മോഡലാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മുൻഭാഗത്തെ വെയിറ്റ് എടുക്കുന്ന ബോഡി എന്നിട്ടുള്ള ഭാഗം, പിന്നെ പിൻഭാഗത്തുള്ള ഈ തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ താഴെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കും അവിടുന്ന് തിരിച്ച് തലച്ചോറിലേക്കും കൊണ്ടുപോകുന്ന ഞരമ്പുകൾ വഹിക്കുന്ന കുഴലുകൾ പോലെയുള്ള ഭാഗം. അപ്പോൾ ഒരാൾ തലയണയില്ലാതെ അല്ലെങ്കിൽ കഴുത്ത് പുറകോട്ടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കഴുത്ത് പുറകോട്ടാക്കുമ്പോൾ ഈ ഞരമ്പുകൾ പോകുന്ന ഭാഗത്തെ സ്പേസ് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ട് കഴുത്ത് മുന്നോട്ടാക്കുമ്പോഴത്തേക്കും ആ സ്പേസിൻ്റെ വലിപ്പം കൂടുകയും ഞരമ്പിനുള്ള അമക്കം കുറയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ കഴുത്തുവേദന ഉള്ളവർക്ക്, അല്ലെങ്കിൽ കഴുത്തിലെ തേയ്മാനം കാരണം ശരീരത്തിന് മറ്റേതെങ്കിലും ഭാഗം, തോളിലോ ശരീരത്തിന് മറ്റേതെങ്കിലും ഭാഗത്ത് തേയ്മാനമുള്ളവർ, വേദനയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തലയണ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. തലയണ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ വലിയ തലയണയൊക്കെ വെച്ചാൽ കഴുത്തിലുള്ള മസിലുകൾക്ക് വലിച്ചിൽ കൂടുകയും അത് കാരണമുള്ള വേദന ഉണ്ടാകുകയും ചെയ്യാം. അതുകൊണ്ട് വളരെ വലിപ്പം കൂടിയ തലയണ വേണ്ട. നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു മീഡിയം സൈസിലുള്ള തലയണ ഉപയോഗിക്കുന്നത് ഈ ഞരമ്പിൻ്റെ അമക്കത്തിനെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. ഇതുപോലെ കഴുത്ത് തേയ്മാനമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, തലയിൽ ചുമടായി ഭാരം എടുക്കുമ്പോഴത്തേക്കും അത് ഈ ഞരമ്പുകളെ അമക്കാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇതിനെ കഴുത്തുവേദന ഉള്ളപ്പോൾ അല്ലെങ്കിൽ അത് ഞരമ്പിന് അത് കാരണം അമക്കമുണ്ട് എന്ന് അറിയുന്നവരെങ്കിലും ഇതൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ തന്നെ കഴുത്തിനുള്ള മിതമായ വ്യായാമങ്ങൾ, അമിതമായുള്ള വ്യായാമങ്ങൾ ഈ തേയ്മാനത്തിൻ്റെ കൂട്ടത്തേ ഉള്ളൂ. മിതമായിട്ടുള്ള റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയും. അതായത് എല്ലാ സൈഡിലോട്ടും പരമാവധി പറ്റുന്നത്ര കഴുത്ത് അനക്കുക എന്നിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി കഴുത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് തോളിലെ പ്രശ്നങ്ങൾക്ക് കാരണമുള്ള വേദനകളെ എങ്ങനെ പരിഹരിക്കാം എന്നല്ല, ഇതിനുള്ള ചെറിയ കുറച്ച് ടിപ്സ് മാത്രം. അത് പൂർണ്ണമായി ഇതുകൊണ്ടെല്ലാം റെഡിയാകുമെന്നല്ല, സാധാരണക്കാരന് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഈ തോളുവേദന, ഒന്നാമത്തെ കാര്യം, വ്യായാമം സ്ഥിരമായി ചെയ്യുന്നവർക്ക് തോളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് മിതമായ വ്യായാമങ്ങളാണ്. അമിതമായുള്ള വ്യായാമങ്ങൾ, കൺട്രോൾ ഇല്ലാത്ത ഉള്ള വ്യായാമങ്ങൾ, അമിതമായി വെയിറ്റ് എടുക്കുക, അതല്ലെങ്കിൽ വെയിറ്റ് എടുത്തിട്ട് ഏറ്റവും പറ്റുന്ന അത്ര ഉയരത്തിൽ പൊക്കി കൺട്രോൾ ഇല്ലാതെ എറിയുന്ന തരത്തിലൊക്കെ രീതിയിൽ തോളിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. തോളിലുള്ള പരിക്കുകൾ ചെറിയതായി ഉണ്ടാകുകയും പിന്നീട് ഇത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മിതമായ വ്യായാമങ്ങൾ, ഇനി അതല്ല തോളിന് വേണ്ടിയിട്ട് ജിമ്മിലൊക്കെ പോയി വെയിറ്റ് എടുക്കുന്നവരാണെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള, അതായത് ഞാൻ ജിമ്മിൽ പോയാൽ എനിക്ക് എടുക്കാൻ പറ്റാവുന്ന വെയിറ്റ്, അത് എത്ര വേണേലും ആയിരിക്കും, ഓരോ ആൾക്കാരുടെ കപ്പാസിറ്റി അനുസരിച്ച് പല രീതിയിലായിരിക്കും, എടുക്കാൻ പറ്റാവുന്ന അത്ര വെയിറ്റ് മാത്രമായിരിക്കണം എടുക്കുക. അതായത് എത്രമാത്രം വെയിറ്റാണ് എടുക്കാൻ പറ്റുക എന്നുള്ളത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റാണ് എനിക്ക് എടുക്കാവുന്നത്. അതിനപ്പുറം വെയിറ്റ് ചിലപ്പോൾ പൊക്കാൻ സാധിച്ചേക്കും, പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്വൈസബിൾ അല്ല. ഇതാണ് വ്യായാമങ്ങൾ. പിന്നെ തോളിന് ചെറുതായിട്ടുള്ള പരുക്കുകൾ സംഭവിച്ചാൽ നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് അനക്കാതെ വെച്ചുകൊണ്ടിരിക്കും, തിരുമ്മും. ഇത് രണ്ടും തെറ്റാണ്. ഒന്ന്
ഈ തിരുമ്മുന്നത് മൂലം തോളിലോട്ടുള്ള ഉള്ളിലുള്ള പേശികൾക്കും മറ്റും പരിക്കുകൾ കൂടുതലായി ഉണ്ടാകുകയും, അതായത് ഈ ചതവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുറിവുകളാണ്. തൊലിപ്പുറത്തൊരു മുറിവുണ്ടായാൽ അതിന് മുകളിൽ നമ്മൾ ഒരിക്കലും തിരുമ്മാൻ പോകില്ല. അതുപോലെ തന്നെയാണ് ചതവിന്. തോളിനുള്ള ചെറിയ പരിക്കുകൾക്കാണെങ്കിലും ഉള്ളിൽ മുറിവുകളുണ്ടായെങ്കിൽ, അതായത് ചതവ്, സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ചതവിന് തിരുമ്മുക എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. തിരുമ്മുക ഈ തോളിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാൻ, അതായത് തോളിന് പിന്നീട് അനക്കം വരാതിരിക്കാൻ, അനക്കുമ്പോഴത്തേക്കും വേദന എടുക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പിന്നീട് രണ്ടാമത്തെ കാര്യം ആളുകൾ ചെയ്യുന്നൊരു തെറ്റെന്തെന്ന് വെച്ചാൽ, തോളിനൊരു പരിക്ക് പറ്റിയാൽ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കും. പല ആളുകളും തോളിന് പരിക്ക് പറ്റണമെന്നില്ല, കൈയുടെ അറ്റത്തൊരു ഒടിവുണ്ടായാൽ പോലും കൈ അനക്കാതെ ഇങ്ങനെ കെട്ടി വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ കുറച്ച് കാലം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ തോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അനക്കാതെ ഇരുന്നാൽ പെട്ടെന്ന് ഉറച്ചു പോകുന്ന ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സന്ധികളെ ഉള്ള കോട്ടിങ്ങിനാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. തോളിൻ്റെ കൈമുട്ടിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഉറച്ചു പോകുന്ന ടിഷ്യൂസാണ് ഈ ക്യാപ്സ്യൂളിലുള്ളത്. അതുകൊണ്ട് തോളിന് പരിക്ക് പറ്റിയാലും, ഇനി അതല്ല കൈയുടെ മറ്റ് ഭാഗത്ത് പരിക്ക് പറ്റിയാലും കൈ അനക്കാൻ ശ്രമിക്കുക. അനക്കുക എന്നുള്ളത് ജോലി ചെയ്തോളുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പോയി ചെയ്തോ അങ്ങേയറ്റം നമ്മുടെ തോളിനെ ഒരു പരിധിക്കപ്പുറം ഇരുന്ന് എക്സേർട്ട് ചെയ്ത് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല. നമ്മുടെ തോളിൻ്റെ മാക്സിമം എത്ര കൈ പൊക്കാൻ പറ്റുമോ അത്രയും പതുക്കെ പൊക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിച്ച് പൊക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാം. പക്ഷേ തോളിൻ്റെ ജോയിൻറ്റ് അനങ്ങിക്കൊണ്ടിരിക്കുക. അത് ഒത്തിരിയൊന്നും വേണ്ട, ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു 5 പ്രാവശ്യം അത്രയൊക്കെ മതി. പക്ഷേ ഇത് ചെയ്യുന്നത് പിന്നീട് തോളിന്, അതായത് ഈ പ്രശ്നങ്ങൾ, ചതവാണെങ്കിൽ ചതവ് മാറിക്കഴിഞ്ഞു, പരിക്ക് മാറിക്കഴിഞ്ഞിട്ട് തോളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വേദനകളെയും ഈ പിടുത്തത്തിനെയും ഒക്കെ കുറയ്ക്കാനായിട്ട് വളരെ അധികം സഹായിക്കും. പിന്നീട് ചെയ്യുന്ന വ്യായാമങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. തോളിനെ സംബന്ധിച്ചാണെങ്കിലും കഴുത്തിനെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിതമായ വ്യായാമങ്ങളാണ്. അമിതമായാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിലോട്ട് പോയാൽ പരിക്കുകൾ കൂടുതലാകാനാണ് സാധ്യത. ഈ തോളിനൊക്കെ ഉള്ള പരിക്കുകൾക്കും കഴുത്തിനുള്ള പരിക്കുകളുടെയും ഒക്കെയുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആദ്യമൊന്നും നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ കിടന്ന് പതുക്കെ ചെറുതായി പരിക്കുകൾ ഉണ്ടായി അത് അവസാനം നമുക്ക് വലിയ ബുദ്ധിമുട്ടിലേക്കും, പലപ്പോഴും ഓപ്പറേഷൻ ചെയ്താൽ പോലും നമുക്ക് 100% ഫലം കിട്ടത്തില്ല എന്നുള്ളൊരു രീതിയിലേക്കും പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഓർക്കുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് വ്യായാമം ചെയ്യുന്നത്, നമ്മുടെ ആരോഗ്യം കളയാനല്ല. വ്യായാമം ചെയ്യുമ്പോൾ മിതമായ, നമുക്ക് നിയന്ത്രിക്കാനാവുന്ന കാര്യങ്ങൾ മാത്രം വ്യായാമമായി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.